പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ആന്തരിക മനുഷ്യനെ കുറിച്ചാണ്. ഈ ആന്തരിക മനുഷ്യൻ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ നമ്മുടെ ആത്മീയ വ്യക്തിത്വത്തെയും ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള മനുഷ്യനെയും കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഈ പുറമേ കാണുന്ന മനുഷ്യനല്ല, ദൈവവുമായി ബന്ധമുള്ള നമ്മുടെ ആത്മാവിനെ ദൈവവുമായി തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ഉള്ളിലുണ്ട്. ആ മനുഷ്യനെ കുറിച്ചാണ് നാം നോക്കാൻ പോകുന്നത്. നമുക്കൊരു വചനം വായിക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. വചനത്തിൽ പറയാണ്, ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും, അതായത് ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് കാണുവാൻ പറ്റുന്ന നമ്മുടെ ഈ പുറമേയുള്ള ശരീരം അത് ക്ഷയിച്ചു പോകുന്നു എങ്കിലും, അത് ക്ഷയിച്ചു പോയാലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ, അതായത് ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നമുക്കെങ്ങനെ ഈ ആന്തരിക മനുഷ്യനെ നമുക്ക് പുതുക്കം പ്രാപിച്ചെടുക്കാൻ പറ്റും? അല്ലെങ്കിൽ നമുക്ക് ഈ ആന്തരിക മനുഷ്യനെ എങ്ങനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? നമ്മുടെ അകമയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടാലേ ഉള്ളൂ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. അല്ലെങ്കിൽ ആ പ്രശ്നത്തിനെ കണ്ട് നമ്മൾ എന്ത് ചെയ്യും? പതറിപ്പോകും. നമ്മുടെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടാൽ ഏത് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും നമ്മുടെ ജീവിതത്തിൽ വന്നാലും പതറിപ്പോകാതെ ശക്തിയോടെ അതിനെ നേരിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താൻ കഴിയും? അതിന് 5 കാര്യങ്ങളുണ്ട്. അതിൻ്റെ 1-ാമത്തെ കാര്യം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താൻ കഴിയുന്നത്? 1-ാമത്തെ കാര്യം പ്രാർത്ഥന. പ്രാർത്ഥന എന്നത് വലിയൊരു കാര്യമാണ്. ശക്തമായ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് അത്യാവശ്യമാണ്. നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ആ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവവുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം കൊണ്ടുവരുവാൻ ഈ പ്രാർത്ഥനയ്ക്ക് കഴിയും. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യം പ്രകാരം പറയുകയാണ്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഇടവിടാതെ പ്രാർത്ഥിപ്പീന്നാ പറഞ്ഞേ. അപ്പോൾ എപ്പോൾ സമയം കിട്ടിയാലും ഏതൊരു സമയത്തും, ഒരുപക്ഷെ ജോലി ചെയ്യുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിൽ ഏർപ്പെടുന്ന സമയത്തായിരിക്കാം, നാം എന്ത് ചെയ്യണം? നമുക്കൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടേയിരിക്കണം. ഈ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നാം ദൈവവുമായിട്ടൊരു ബന്ധം നമ്മൾ ശക്തിപ്പെടുത്തുന്നതാണ്. അപ്പോൾ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഇടവിടാതെ പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ മാത്രം പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് എഴുന്നേറ്റ് പോരുക മാത്രം ചെയ്യരുത്. നാം പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് സമയം കൂടി ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കണം. കാരണം നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് എന്താണ് നമ്മളോട് സംസാരിക്കാനുള്ളതെന്ന് നാം കേൾക്കണം. നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ആ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ആ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. ആ കർത്താവിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. പലരും തങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യും? വേഗത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഇന്ന് മുതൽ നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന ഇടത്ത് കുറച്ചുകൂടി സമയം ആ കർത്താവിന് എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ എന്ന് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നാം ആ ദൈവസന്നിധിയിൽ ഇരിക്കണം. പ്രാർത്ഥന എന്നത് നമ്മുടെ ജീവിത ശൈലിയാക്കണം. നമ്മുടെ ജീവിതശൈലിയായിട്ട് നാം പല കാര്യങ്ങളും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതശൈലിയാക്കണം.
അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തരും എന്നൊരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരിക്കണം. നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതിന് ഈ പ്രാർത്ഥന വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന എന്നത്. അപ്പം ശക്തിയോടെ ഇന്നു മുതൽ പ്രാർത്ഥനയ്ക്കായിട്ട് പൂർണ്ണമായിട്ടും ആ ദൈവകരങ്ങളിലേക്ക് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഈ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ 5 കാര്യങ്ങളുണ്ട്. നമുക്ക് പാർട്ടായി ഈ ആന്തരിക മനുഷ്യനെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം. ഇന്നു മുതൽ നിങ്ങൾ ശക്തമായ ഒരു പ്രാർത്ഥനയിലേക്ക് മുന്നോട്ട് പോകുക. അടുത്ത ദിവസം അടുത്ത ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തേണ്ട അടുത്ത കാര്യം എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താനായിട്ട് രണ്ടാമതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് വചനം വായിക്കുക അല്ലെങ്കിൽ വചനം ധ്യാനിക്കുക. അടുത്ത ദിവസം നമുക്ക് അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനവുമായി നമുക്ക് നോക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.